ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു. അതായത് ചിക്കൻ പേരില്ലാത്ത ചിക്കൻ അല്ല, ഹണി ചിക്കൻ. ഹണി ചിക്കൻ നമ്മൾ ഹണിയൊക്കെ വെച്ചിട്ട് ഒരു ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു, ഒരു സ്പെഷ്യൽ. ഇന്ന് ഇവന്റെ സ്പെഷ്യൽ ആണ് ഗൈസ്. നമ്മൾ ചിക്കൻ എല്ലാം കഴുകി ഇവിടെ സെറ്റാക്കി നമ്മള് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഹെൽപ്പർ. ഇന്ന് ഞാനാണ് മെയിൻ കുക്ക് ചെയ്യുന്നത്. ഹണിയെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താണ് ദൈവത്തിന് അവസാനം നമുക്ക് കാണാം. അവസാനം ഇവര് മാറ്റി പറയും. അൽക്കോമേ ഒരു പീസ് ആദ്യം മുറിച്ച് മാറ്റി വെച്ചിട്ട് തിന്നാൻ എടുത്ത് വെക്കാം. എന്റെ ഹണി പോയി തേച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നാണ്. മൊത്തം കളയില്ലല്ലോ. അപ്പോ നമുക്ക് കുക്കിങ്ങിൽ കിടക്കാം. നമ്മള് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം എത്ര കിലോ ഉണ്ട് ഇത്? കിലോ കണക്കിന് ഒരു കോഴി. വലിയ കോഴിയാണ്, ചെറുതൊന്നുമല്ല. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യല്ല, ലൈനിട്ട് അതിൻ്റെ അകത്തേക്ക് മസാല എല്ലാം തേച്ച് കൊടുക്കുക. ഫസ്റ്റ് മസാല മിക്സ് ചെയ്യണം. അപ്പൊ ഗൈസ് നമ്മള് മസാല സെറ്റാക്കി എടുക്കലാണ്. ഇഞ്ചിന്റെ തോല് കളയുന്നത് ശരിക്കും പറഞ്ഞാല് മെയിൻ കുക്ക് ഞാനാണ്. ഞാൻ പണിയെടുക്കേണ്ട ആവശ്യമില്ല, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത്. ശരിക്കും ഇവൻ ദുബായ് ഷെഫാന്നല്ല പറയുന്നത്. ദുബായില് ഷെഫ് തന്നെയാണ്. ദുബായില് മാത്രമുള്ള ടൈമേ തോന്നി ഇവനാക്കും. ഇവിടുന്ന് ചെയ്യുന്നുണ്ട് അറിയില്ല. നമ്മളിവന്റെ ഫുഡ് ലാസ്റ്റ് തിരിയും. ഞാൻ മാറി കൊടുത്തിട്ടുണ്ട്, പുതിയ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി നന്നാക്കാൻ വേണ്ടി വന്നതാ. ഷെഫിന്റെ അടുത്ത പണി ചെയ്യണം. അതിന് ഞാൻ പറയും, ഞാൻ മെയിൻ ഷെഫ് ആയതുകൊണ്ട് ഞാൻ കാര്യങ്ങളും പറഞ്ഞുതരും. എന്നിട്ടാകുമ്പോ നീ എന്നെ ബാക്കി സെറ്റ് ആക്കണം. അത് ശരിയാവൂല. ചെലപ്പോ ഞാനാക്കിയത് ചെലപ്പോ ടേസ്റ്റ് ഉണ്ടാവൂല. അല്ല, സംഭവം എങ്ങനെയാക്കണം എന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരും. അതുപോലെ നീ ചെയ്താൽ മതി. ഓക്കെ? അതോ ഒരു കണക്കിന് നല്ലത്. എന്ന് വെച്ചാല് എനക്ക് പണിയെടുക്കണ്ടല്ലോ. അപ്പോ നമ്മളിപ്പോ മസാല സെറ്റ് ആയിക്കൊണ്ടിരിക്കലാണ്. ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിന്റെ ചിക്കൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ചിക്കനിലേക്കുള്ള മസാല പൊടിയാണ്. മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. ഓക്കെ, ഇനി ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് മിക്സ് ആക്കി ചെറുനാരങ്ങ, തൈര്, പിന്നെ ചെറുനാരങ്ങയും തൈരും ഉണ്ട്. നമ്മൾ ഈ സംഭവം മൊത്തത്തിൽ ഇതിനകത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഇത് ചിക്കൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കും. അപ്പോൾ ഗൈസ് നമ്മളെ മസാല സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കും. ഇത് നല്ല എരിവുണ്ട്. പുകയും തോന്നുന്നു. കഴിഞ്ഞിട്ടാകുമ്പോൾ നോക്കാം എന്താ അവസ്ഥ. നമുക്ക് ഹണി കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം, എരിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇനി വരയിട്ടിട്ട് ഈ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കുക. കുറേ ലൈൻ വേണം, കുറച്ചിട്ടോ മസാല എല്ലാം ഒന്ന് ഇതാവണ്ടേ. എല്ലാ സൈഡിലും ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഫുള്ളി മസാല തേച്ച് സെറ്റാക്കണം. അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ടുണ്ട്. അമ്മ ഫസ്റ്റ് ടൈം ആവൂല ആക്കുന്നു. നമ്മള് ടെസ്റ്റർ ഇവന്റെ മസാല നല്ല സെറ്റ് മസാല, നല്ല നമ്മളെ ഹോട്ടലിലെ മസാലേൻ്റെ സ്മെല്ലെല്ലാം ഉണ്ട്. സ്വന്തം പുകഴ്ത്തുന്നു. നല്ല കാര്യം, മസാലൻ്റെ ഹോട്ടലിൻ്റെ മസാലേൻ്റെ സ്മെല്ലുണ്ട് ശരിക്കും, സത്യം. അപ്പോൾ നമുക്ക് ഇനി മസാല തേച്ച് കൊടുക്കാം. ഫുള്ളൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. നല്ലോണം പരട്ടി കൊടുക്ക. ഫുള്ള് സെറ്റായിട്ട് എല്ലാ ഭാഗത്തും ഉള്ളിലെല്ലാം തേച്ച് കൊടുക്കും. ഏകദേശം ഇത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ റെസ്റ്റ് വെക്കേണ്ടി വരും. എന്നിട്ട് എടുത്തിട്ട് ചൂടാക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഞങ്ങള് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മസാല വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കണം. കുറച്ച് സ്പൈസി ആണാ കാണുമ്പോ. കുറവാൻ ചാൻസ് ഉണ്ട്, കുറച്ച് എരിവ് കൂടാൻ ചാൻസ് ഉണ്ട് കാണുമ്പോ. പക്ഷെ എരിവ് കൂടുന്ന ഹണി കുറച്ച് അധികം വെച്ച് കൊടുക്കുക. ഹണി കുറച്ച് അധികം വെച്ച് കൊടുക്കുക. ഇത് സെറ്റ് ആയി കഴിഞ്ഞാല് ഫുൾ ടൈം നീ തന്നെ കിച്ചണില്. എന്നൊന്നും ആക്കി തന്നിട്ടില്ലാന്ന് പറയാറ് കേട്ടിട്ടാ.
ആ എന്തേ ഇനിയിപ്പോ അറിയില്ല. ഇതോടുകൂടി നിർത്തണം. അല്ല ഇത് ഫ്ലോപ്പ് ആണെങ്കിൽ നിന്നെ ആ പരിസരത്ത് ഞാൻ കേറ്റൂല. പക്ഷെങ്കില് പോവാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ ഫുൾ ടൈം കിച്ചണില്. എല്ലാരും രാത്രിയാകുമ്പോൾ ഫേസ് പാക്കിലാവും. ഇങ്ങോട്ടൊക്കെ ഇതെന്തിനുള്ളതാ? മുഖസൗന്ദര്യത്തിന്. വേറെ ഇതാണ് ഇവരെ സൗന്ദര്യത്തിന്റെ രഹസ്യം. രണ്ടാളും എത്ര മണി? 8 മണി കഴിഞ്ഞാലോ? നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് 8 മണി കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ മതി, ഇവര് പറഞ്ഞുതരും. ഏകദേശം ഒരു 8 മണി 9 മണിയായി ഇങ്ങനെയാണ് ഉണ്ടാവുക രണ്ടാളും. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. ആ അല്ലല്ല പാറപ്പോ തന്നെ. ആ അത് ശരിയാണ്. അതിന് ഇനി ആളെ എത്തിക്കാം ഒരാളാ. ആ അതൊക്കെ ഞാൻ ഇതുവരെ ആക്കിയതിനകത്ത് ഏറ്റവും നല്ലതാവാൻ ഇത് ചാൻസ് കൂടുതലാവും. നല്ലല്ല കാര്യം. കാരണം ഇതിന്റെ മസാല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സത്യം പറയല്ല, തുടങ്ങിയിട്ടും കൂടിയില്ല അതിന് മുന്നേ എന്റെ തള്ളു. അപ്പൊ തിന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഫ്ലോപ്പാന്ന് എനിക്ക് തോന്നില്ല. കഴിഞ്ഞതിനാക്കിയത് എങ്ങനെ ഉണ്ടായിന്? പക്ഷെ ഉള്ളില് മസാല കറിയിട്ട നമ്മളെപ്പോഴും ഒന്നും കൂടെ മസാല ഒഴിച്ചിട്ട് എയർ ഫ്രയറിൽ ഒട്ടത്തി ആ വീഡിയോയില് എന്ത് പറഞ്ഞു? ലാസ്റ്റ് പറഞ്ഞു നമ്മള് സെറ്റ് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അതിപ്പൊ പൊട്ടിയില്ലേ? ജെനുവിൻ റിവ്യൂ നമ്മ കള്ളം പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പൊ നല്ല റിവ്യൂ പറയണ്ടേ? ലാസ്റ്റ് ഫ്ലോപ്പായി നമ്മൾ പറഞ്ഞു. ആ നമ്മ പറഞ്ഞത് പിന്നെ മസാല കുറവുണ്ട്, അപ്പൊ പിന്നെ എയർ ഫ്രയർ വെച്ച് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. മസാലയെല്ലാം തേച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിനി ഇപ്പം ബട്ടർ പേപ്പർ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ചിക്കൻ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ചിക്കൻ എടുത്ത് ഇനി ഇതിനകത്തേക്ക് വെക്കാം. കുറച്ച് വലുതായതുകൊണ്ട് ടാസ്ക് ആവും. നമ്മൾ ഫുൾ ചിക്കൻ എടുത്തോണ്ട് ചിലപ്പോ അതില് കൊള്ളൂന്നൊരു ഡൗട്ട് ഉണ്ട്. കൊള്ളല്ല, കൊള്ളിക്കണം. ഓക്കെയാണ്. ഇതിന് ഇത് കട്ട് ചെയ്താൽ മതി. ശരിക്കും ബട്ടർ പേപ്പർ ഒന്നുകൂടി വെക്കായിരുന്നു വിചാരിക്കുന്നു. റെഡിയാവും. അപ്പോൾ ഗൈസ് നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് മൊത്തത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം ആപ്പിളിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കാം. നമുക്ക് വെച്ചോ ഗൈസ്. ടൈം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം നമ്മൾ സെറ്റാക്കുന്നുണ്ട്. എത്ര വെക്കണ്ടേ? പറഞ്ഞോളി എത്ര മിനിറ്റ് വെക്കണ്ടേ? ഷെഫ് പറഞ്ഞു കൊടുക്കും. അല്ല എനിക്ക് ഇതിന്റെ സംഭവം എത്ര മിനിറ്റ് അറിയില്ല. ആ നമുക്ക് ഇടക്കിടക്ക് നോക്കി നോക്കാം ജസ്റ്റ് ആയിട്ടുണ്ടോ. എനിക്ക് അരിഞ്ഞോണ്ട തുറന്നു നോക്കിയിട്ട് ഇടക്ക് നോക്കാം. അപ്പൊ എന്റെ ചിക്കനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചിക്കൻ കഴിച്ചിട്ടല്ലേ നമ്മള് അല്ല ഇത്രയും ചെയ്തത് വെച്ചിട്ട് ഇതുവരെ ഓക്കെയാണ്. ഇതുവരെ വളരെ വളരെ ശരിയാണ് കിട്ടുന്നേട്ടാ. ഇനി അടുത്തത് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് വേണം പറയാൻ വേണ്ടിട്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഇവരെ തന്നെ കിച്ചണിലാക്കിയാലും ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അറിയില്ല എന്തായാലും ഫ്ലോപ്പ് ആണോ ഫ്ലോപ്പ് ആണോ ഒന്നും അറിയില്ല. ഇവൻ ദുബായിൽ നിന്നുള്ള കഥകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇവന്റെ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇത് എന്തായാലും സെറ്റ് ആവും ഉറപ്പാണ്. നോക്കാം. ഇപ്പഴേ പറയുന്നില്ല, കഴിച്ചു നോക്കിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, കഴിച്ചു നോക്കിട്ട് ഞാൻ റിവ്യൂ പറയും ഗൈസ്. ഇവൻ ദുബായിലെ ഷെഫാന്നാണ് ഇപ്പൊ പറയുന്നേ. ദുബായിലെ ഷെഫ്, നാട്ടിലെ ഷെഫാണ്. ഓക്കെ, എന്തായാലും സെറ്റായിട്ട് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്താ പറയുന്നത് ഇവര്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂറായി ഇതിൽ വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം എന്താ അവസ്ഥ. സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു, വെന്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. എന്താ അവസ്ഥ? എന്നാ ഒന്ന്
അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാനി. അപ്പോൾ ഗൈസ് നമ്മുടെ ഹണി ചിക്കനോട് റെഡി ആയിട്ടുണ്ട്. വന്നിട്ടുണ്ട് തോന്നുന്നു. പിന്നെ കാണാൻ വന്നിട്ടുണ്ട് നല്ല തോന്നുന്നല്ല, ഭംഗിയുണ്ട് ഗൈസ്. ഇനി നമ്മൾ വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, നമുക്കിനി കഴിച്ചു നോക്കാം. അപ്പൊ കുറച്ച് ഹണി ഹണി കുറച്ച് നമ്മൾ ഓൾറെഡി തേച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമ്മള് കഴിച്ചിട്ട് ഇവനെ ഇനി കിച്ചണിൽ കേട്ടണ്ടോ പറയാ. ചാൻസ് ഇല്ല. ഇവൻ പറയുന്നത് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഇല്ല. എന്തായാലും കഴിച്ചിട്ട് പറയാം. എല്ലാരും എടുത്തോ? എങ്ങനെയുണ്ട്? ശരി തോറാ. ശരിക്കും വേണ്ടിയത്. അപ്പോൾ സംഭവം ഒക്കെയാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ തന്നെ ഉണ്ടാക്കിയതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട്. ഹണീൻ്റെ എല്ലാം ടേസ്റ്റ് വാങ്ങി രസം ഉണ്ടല്ലേ. ലാസ്റ്റ് നമ്മളാക്കിയ ഉണ്ട്. ഓവറായിട്ട് ആക്കിയില്ല. ഓവറായിട്ട് ആക്കിയില്ല. ചിലപ്പോ ഫ്ലേവർ ഇഷ്ടാവൂലേന്ന്. കുറച്ച് amount ആക്കിയില്ല. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടല്ലേ. കൊള്ളാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. ഓക്കെ, അങ്ങനെ നീ എന്നെ കിച്ചണില്. ഞാൻ തന്നെ കിച്ചണില്. കൊള്ളാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി സെറ്റ് ആക്കാം എന്തായാലും. അടുത്ത പ്രാവശ്യം നോക്കട്ടെ, ഞാൻ ഒന്ന് പഠിക്കട്ടെ. വെറൈറ്റി ആയിട്ട് വരും. വെറൈറ്റി ആയിട്ട് ഇവൻ വരുന്ന പറഞ്ഞേക്കുന്നത്. ഇത് സെറ്റ് ചെയ്യണം. ചിക്കനിൽ വെറൈറ്റീസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അതെ, അടുത്ത പ്രാവശ്യം വേറൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ വരും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.